തുളസിത്തറയില് മുത്തശ്ശി നട്ടിരിക്കുന്ന തുളസിക്ക് വെള്ളമൊഴിക്കുകയാണ്. വെള്ളമൊഴിച്ച് ദീപം തെളിച്ചുകൊണ്ട് മുത്തശ്ശി തിരിഞ്ഞു നോക്കുന്നു. കൊച്ചുമകള് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുത്തശ്ശി കൊച്ചുമകളോട് പറഞ്ഞു, മകളെ, രാത്രിയാകാറായി, കാലം വളരെ മോശമാണ്, നീ ഇപ്പോൾ പുറത്തേക്ക് പോകണ്ട. കൊച്ചുമകള് ഉടനെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി അധിക നേരം വീടിന്റെ മുന്നിൽ നിൽക്കേണ്ട, കാലം വളരെ മോശമാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ വനിതാ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയ സോൾട്ട് കുടുംബാംഗങ്ങളെ, ആമുഖമായിട്ട് അവതാരക പറഞ്ഞത് മാത്രമാണ് ഇന്നത്തെ വനിതാ ദിനത്തിന് നിങ്ങളോട് സംവദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹെയറിന്റെ യുഗമാണ്. ആ ഹെയറിന്റെ ഒപ്പം തന്നെ ഒരു ഓ കൂടെ ചേർത്ത് വെച്ചാലേ ഹീറോയാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അവരോടൊപ്പം ആയിരുന്നില്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഓ വെറും ഒരു സീറോയാണ്. നമുക്ക് സീറോയായിട്ട് നിൽക്കുമ്പോൾ നമ്മോടൊപ്പം ഒരു പേര് കൂട്ടിച്ചേർക്കുമ്പോഴാണ് വീട്ടിടങ്ങളില്, ജോലി സ്ഥലങ്ങളില്, സമുദായ സംഘടനകളിലൊക്കെ നമ്മൾ ഹീറോയായിട്ട് മാറുന്നത്. അങ്ങനെ ഹീറോയായിട്ട് മാറുമ്പോൾ, നാം സ്വയം അഭിമാനിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ മുന്നില് 3 അക്ഷരങ്ങള് കൂടെയുണ്ട്. ആ 3 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ഹീറോയായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നതെന്ന്. അവളില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു ബിഗ് സീറോ മാത്രമാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ ഞങ്ങളെ ഹീറോമാരാക്കുന്ന വലിയ സൂക്ഷിപ്പുകാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഞങ്ങളുടെ തിരിശേഷിപ്പുകളും തന്നെയാണ്. മുഖവുരയായിട്ട് ഞാൻ പറഞ്ഞു, മുത്തശ്ശി തുളസിത്തറയില് വെള്ളമൊഴിക്കുന്നതും കൊച്ചുമകളോട് അകത്തേക്ക് കടന്നു പോകണമെന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൊച്ചു സംഭാഷണങ്ങളും വർത്തമാനകാലത്തിന്റെ ഒരു പരിച്ഛേദനമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭൂതകാലത്തില് നമ്മുടെ മുറ്റങ്ങളില്, നമ്മുടെ പുറന്തോടുകളിലൊക്കെ നമുക്ക് യഥേഷ്ടം സഞ്ചരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്ന് വാർത്താ മാധ്യമങ്ങള് എല്ലാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 മാസം പ്രായമായ കൊച്ചു മുതല് 90 വയസ്സായ വയോവൃദ്ധയെ വരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വനിതാ ദിനം ആഘോഷിക്കുന്നത്. വനിതാ ദിന ആഘോഷങ്ങൾക്ക് എന്നും പെരുമയുണ്ട്, ഗരിമയുണ്ട്. പക്ഷേ അവിടെ മാത്രം ഒരുമ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ശ്രീരാമൻ ലങ്കാദഹനത്തിന്റെ യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ തന്റെ കയ്യില് ബ്രഹ്മാസ്ത്രമുണ്ടെന്ന് അദ്ദേഹം മറന്നു പോകുന്നുണ്ട്. തന്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം കൊണ്ട് ലങ്കാ യുദ്ധത്തിന് അദ്ദേഹത്തിന് തനിച്ചു ജയിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മറന്നുപോയി. ശ്രീരാമന്റെ അതേ ലക്ഷ്യമാണ് ഇന്ന് നമ്മുടെ വനിതകൾക്കുള്ളത്. തങ്ങളുടെ കൈകളിലുള്ള ബ്രഹ്മാസ്ത്രം അവരെ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം ഓരോ സ്ത്രീയിലും സിദ്ധിയുണ്ട്, സാധനയുണ്ട്. ആ സിദ്ധിയും സാധനയും അവര് ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് മുന്നോട്ട് പോകുവാനും അവർക്ക് ശക്തിപ്പെട്ട് തരിച്ചു നിൽക്കുന്നതിനുമൊക്കെ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ സാധനങ്ങളും സിദ്ധികളും നിങ്ങൾ വളർത്തിയെടുക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു.